ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എഡ്യു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് PSC 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ബയോളജിയിലെ ആദ്യത്തെ ടോപ്പിക്കായ മനുഷ്യ ശരീരം പൊതു അറിവിൽ വരുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ചിത്രങ്ങളുടെ സഹായത്തോടെ വളരെ ലളിതമായ രീതിയിലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കണ്ണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി. ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്നു എന്ത്? കണ്ണ്. ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്നത് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രമാണ് സെറിബ്രം. തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രം അറിയപ്പെടുന്നത് സെറിബ്രമാണ്. കാഴ്ചയുടെ കേന്ദ്രം മാത്രമല്ല, കേൾവിയുടെ കേന്ദ്രവും സെറിബ്രം തന്നെയാണ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ട്. ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ്. ലോക കാഴ്ച ദിനം എന്നാണ് ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച. അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ആത്മാവിലേക്കുള്ള വാതായനം എന്നറിയപ്പെടുന്നത് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ. തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രം സെറിബ്രമാണ്. അതുപോലെ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. ലോക കാഴ്ച ദിനം ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച. ആദ്യം നമുക്ക് ചിത്രത്തിൻ്റെ സഹായത്തോടെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഓരോ ഭാഗവും വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്. കണ്ണിന് പ്രധാനമായും 3 പാളികളുണ്ട്. അതിൽ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ ഏറ്റവും പുറമെയായിട്ട് കാണപ്പെടുന്നത്. ഈ വെള്ള നിറത്തിൽ, കണ്ണിൻ്റെ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗം എന്ത് തന്നെയാണ്? ദൃഢപടലം ആണ്. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, വെള്ള നിറത്തിൽ കാണുന്നത്, അതാണ് ദൃഢപടലം. അടുത്തത്, ദൃഢപടലത്തിനുള്ളിലായിട്ട് മധ്യത്തിലുള്ള പാളി രക്തപടലം എന്നറിയപ്പെടുന്നു. മധ്യത്തിലുള്ള പാളി രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്നറിയപ്പെടുന്നു. മധ്യഭാഗത്തിലുള്ളത് എന്താ അറിയപ്പെടുന്നത്? കൊറോയിഡ്. ഓക്കെ. ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്നത് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. മധ്യഭാഗം അറിയപ്പെടുന്നത് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ഇനി ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഭാഗം അറിയപ്പെടുന്നത് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് 3 പാളികൾ? ഏറ്റവും പുറമേയുള്ള പാളി എന്തായിരുന്നു? ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. മധ്യഭാഗത്തുള്ള പാളിയാണ് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. അപ്പോൾ കണ്ണിന് മെയിനായിട്ട് 3 പാളികളാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ ഭാഗവും നോക്കാം. കണ്ണിൻ്റെ ലെൻസിൻ്റെ മുൻഭാഗത്ത് കർട്ടൻ പോലെ കാണപ്പെടുന്ന ഒരു മറയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. എവിടെയാണ് ലെൻസ്? ലെൻസ് ഇവിടെയാണ് കാണപ്പെടുന്നത്. ലെൻസാണിത്. അപ്പോൾ ലെൻസിൻ്റെ മുൻഭാഗത്ത് കർട്ടൻ പോലെ കാണപ്പെടുന്ന ഭാഗം, അതാണ് ഐറിസ്. കർട്ടൻ പോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ മുൻഭാഗത്ത് കർട്ടൻ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. കണ്ണിൻ്റെ മുൻഭാഗത്ത് കർട്ടൻ പോലെ കാണപ്പെടുന്നതാണ് ഇവിടെ ലെൻസിൻ്റെ മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും, അതാണ് ഐറിസ്. അടുത്തതായിട്ട്, ദൃഢപടലം മുന്നോട്ട് തള്ളി നിൽക്കുന്നതും സുതാര്യവുമായ ഒരു ഭാഗമുണ്ട്, അതാണ് കോർണിയ. അതവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കോർണിയ എവിടെയാണുള്ളത്? ദൃഢപടലം ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. അതിൻ്റെ മുൻഭാഗത്ത്
എന്താണ് ദൃഢപടലം മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, മുന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ടുണ്ട് അല്ലേ, മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, അവിടെ സുതാര്യമാണ്. ആ ഭാഗം അറിയപ്പെടുന്നത് കോർണിയ എന്നാണ്. ഓക്കെ, കോർണിയ. അടുത്തത് ഐറിസിന് മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്നതാണ് പ്യൂപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ കൃഷ്ണമണി. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഐറിസിൻ്റെ മധ്യഭാഗം, ലെൻസ് ഇവിടെ ഉണ്ട്, ലെൻസിൻ്റെ മുന്നിലായിട്ട് കർട്ടൻ പോലെയുള്ള ഭാഗം എന്താണ്? കർട്ടൻ പോലെയുള്ള ഭാഗമാണ് ഐറിസ്. ഐറിസിൻ്റെ നടുവിലായിട്ടുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. അടുത്തതായിട്ട് കോർണിയയ്ക്കും ഐറിസിനും ഇടയിൽ ഒരു ദ്രാവകം കാണപ്പെടുന്നുണ്ട്. കോർണിയ എവിടെയുള്ളത്? ഇതാ ദൃഢപടലത്തിൻ്റെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. കോർണിയയ്ക്കും ലെൻസിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതിനിടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ കാണുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. ഓക്കെ, അക്വസ് ദ്രവം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ഈ ഭാഗത്ത് കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അടുത്തതായിട്ട് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്ന ദ്രാവകമാണ് വിട്രിയസ് ദ്രവം. ലെൻസ് ഇവിടെ ഉണ്ട്, ലെൻസിനും ദൃഷ്ടിപടലം. ഓക്കെ, ലെൻസിനും ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനക്കും ഇടയിൽ കാണപ്പെടുന്ന ഈ വലിയ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെയാണ് എന്തുള്ളത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളുണ്ട്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. മധ്യഭാഗത്ത് കാണപ്പെടുന്നതാണ് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന. പിന്നെന്ത് പഠിച്ചു? കണ്ണിൻ്റെ ലെൻസിൻ്റെ മുൻഭാഗത്ത് കർട്ടൻ പോലെ കാണപ്പെടുന്ന മറയാണ് ഐറിസ്. ദൃഢപടലം മുന്നോട്ട് തള്ളി നിൽക്കുന്നതും സുതാര്യവുമായ ഭാഗമാണ് കോർണിയ. ഐറിസിന് മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. കോർണിയയ്ക്കും ഐറിസിനും ഇടയിൽ കാണുന്ന ദ്രാവകം അക്വസ് ദ്രവമാണെങ്കിൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്ന ദ്രാവകമാണ് വിട്രിയസ് ദ്രവം. അടുത്തതായിട്ട് നമ്മൾ ഇതിലെ ഓരോ ഭാഗവും വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ദൃഢപടലം. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്താണ്? നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ദൃഢപടലം. കണ്ണിൻ്റെ വെള്ള നിറത്തിലുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ദൃഢപടലമാണ്. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ഇപ്പം എന്തൊക്കെയാണ് ദൃഢപടലത്തിനെ കുറിച്ച് പഠിച്ചത്? നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്, കണ്ണിൻ്റെ വെള്ള നിറത്തിലുള്ള ഭാഗവും ദൃഢപടലമാണ്. അടുത്തത് രണ്ടാമത്തെ പാളിയാണ് രക്തപടലം. നേത്രഗോളത്തിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും പുറമേ എന്താണുള്ളത്? ദൃഢപടലം. അതിനുള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. രക്തക്കുഴലുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഏത് പാളിയിലാണ്? രക്തപടലത്തിലാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുന്ന പാളി ഏതായിരിക്കും? രക്തപടലമായിരിക്കും. അപ്പം മധ്യഭാഗത്ത് കാണപ്പെടുന്നതാണ് രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്, കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുന്നു. അടുത്തതാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. കണ്ണിലെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന ഭാഗമാണ് റെറ്റിന. പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനയാണ്. കണ്ണിലെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിലെ പാളി എവിടെയാണ്? ദൃഷ്ടിപടലമാണ്. റെറ്റിനയിൽ 2 തരം കോശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോൺ കോശങ്ങളും റോഡ് കോശങ്ങളുമാണവ. റെറ്റിനയിൽ 2 തരം കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും. അപ്പം നമ്മൾ കണ്ണിലെ 3 പാളികളെ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് എന്തായിരുന്നു? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. രണ്ടാമത്തത് മധ്യഭാഗത്ത് കാണപ്പെടുന്നത് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. മൂന്നാമത്തത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. അപ്പോൾ റെറ്റിനയിലെ 2 കോശങ്ങളാണ് കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും. നമുക്കിനി അതെന്താണെന്ന് നോക്കാം. റോഡ് കോശങ്ങൾ.
മങ്ങിയ പ്രകാശത്തിൽ നമ്മളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ. അതുപോലെ കറുപ്പ് വെളുപ്പ് നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. എന്തൊക്കെയാണ് പഠിച്ചത്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു, കറുപ്പ് വെളുപ്പ് നിറങ്ങൾ കാണാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്താണ്? റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളിൽ അടങ്ങിയ ഒരു വർണ്ണ വസ്തുവാണ് റൊഡോപ്സിൻ. എന്താണ്? റൊഡോപ്സിൻ. റൊഡോപ്സിൻ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് വിഷ്വൽ പർപ്പിൾ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണ വസ്തുവാണ് റൊഡോപ്സിൻ. അടുത്തത് കോൺകോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺകോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺകോശങ്ങൾ. അതുപോലെ നിറങ്ങൾ കാണാൻ സഹായിക്കുന്നതും കോൺകോശങ്ങളാണ്. കോൺകോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അയഡോപ്സിൻ്റെ മറ്റൊരു പേരാണ് വിഷ്വൽ വയലറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? റെറ്റിനയിൽ 2 തരം കോശങ്ങളുണ്ട്, റോഡ് കോശങ്ങളും കോൺകോശങ്ങളും. റോഡ് കോശങ്ങൾ എന്തിനാ? മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കറുപ്പ് വെളുപ്പ് നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങളുടെ വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ അല്ലെങ്കിൽ വിഷ്വൽ പർപ്പിൾ. കോൺകോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു, നിറങ്ങൾ കാണാൻ സഹായിക്കുന്നു. കോൺകോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ വിഷ്വൽ വയലറ്റ്. അടുത്തതായിട്ട് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്താണ്, അതുപോലെ അന്ധബിന്ദു എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ആദ്യം എന്താണ് പീതബിന്ദു? ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള റെറ്റിനയിലെ ഭാഗം അറിയപ്പെടുന്നത് പീതബിന്ദു എന്നാണ്. PSC പരീക്ഷകളിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള റെറ്റിനയിലെ ഭാഗം ഏതാണ്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ റോഡ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പീതബിന്ദുവിലാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മൾ ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നതും പീതബിന്ദുവിലാണ്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എവിടെയാണ് പ്രതിബിംബം പതിയുന്നത്? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിലാണ്. അപ്പം പീതബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള റെറ്റിനയുടെ ഭാഗമാണ് പീതബിന്ദു. ഏറ്റവും കൂടുതൽ റോഡ് കോശങ്ങൾ കാണപ്പെടുന്നു. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് പീതബിന്ദുവിലാണ്. അടുത്തത് അന്ധബിന്ദു. റോഡ് കോശങ്ങളും കോൺകോശങ്ങളും ഇല്ലാത്തതാണ് അന്ധബിന്ദു. ഓക്കെ, അവിടെ എന്താണ്? റോഡ് കോശങ്ങളും കോൺകോശങ്ങളും ഇല്ല, അപ്പോൾ എന്തും ഉണ്ടാവില്ല? കാഴ്ചയില്ല. അപ്പോൾ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. കണ്ണിലെ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. അപ്പോൾ പീതബിന്ദു എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള റെറ്റിനയിലെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ റോഡ് കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നുണ്ട്. അതുപോലെ അന്ധബിന്ദു റോഡ് കോശങ്ങളും കോൺകോശങ്ങളുമില്ല, കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഓക്കെ, അടുത്തത് കോർണിയ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കോർണിയ. എന്തായിരുന്നു കോർണിയ? ദൃഢപടലത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഓക്കെ, ദൃഢപടലം എന്താ? കണ്ണിലെ പാളികളിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം അല്ലേ? അപ്പോൾ ദൃഢപടലത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്? പടലത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രകാശം അപ്പോൾ ആദ്യം കടക്കുന്നത് ഏത് വഴിയായിരിക്കും? കോർണിയയിൽ കൂടിയായിരിക്കും അല്ലേ? ദൃഢപടലത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. അപ്പോൾ പ്രകാശം കണ്ണിലേക്ക് ആദ്യം കടക്കുന്നത് കോർണിയ വഴിയാണ്. കണ്ണ് മാറ്റിവെക്കുമ്പോൾ പ്രധാനമായി മാറ്റിവെക്കുന്ന ഭാഗമാണ് കോർണിയ. മാറ്റിവെക്കുന്ന ആ സർജറിക്ക് ഒരു പേരുണ്ട്, കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റിവെക്കുന്ന സർജറിയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ ഒഴികെ കണ്ണിൻ്റെ മുൻഭാഗത്തെ ആവരണം ചെയ്യുന്ന ഭാഗമാണ് കൺജൻറ്റൈവ. ഓക്കെ, കോർണിയയില്ല, കോർണിയ ഒഴികെ കണ്ണിൻ്റെ മുൻഭാഗത്തെ ആവരണം ചെയ്യുന്ന ഭാഗമാണ് കൺജൻറ്റൈവ. അപ്പോൾ കോർണിയയിൽ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ദൃഢപടലത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. പ്രകാശം കണ്ണിലേക്ക് ആദ്യം കടക്കുന്നത് കോർണിയ വഴിയാണ്. കണ്ണ് മാറ്റിവെക്കുമ്പോൾ പ്രധാനമായും മാറ്റിവെക്കുന്ന ഭാഗം കോർണിയ. കോർണിയ മാറ്റിവെക്കുന്ന സർജറിയാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, കോർണിയ ഒഴികെ കണ്ണിൻ്റെ മുൻഭാഗത്തെ ആവരണം ചെയ്യുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കൺജൻറ്റൈവ. ഓക്കെ, അടുത്തതായിട്ട് ലെൻസ്. കണ്ണിലെ ലെൻസ് എന്താണ്? കോൺവെക്സ് ലെൻസാണ്. നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ലെൻസിനെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലെൻസിനെ ഉറപ്പിച്ച് വെക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ലെൻസിനെ ഉറപ്പിച്ച് വെക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ലെൻസിനെ ഫോക്കൽ ദൂരം ക്രമീകരിച്ചിരിക്കുന്നത് ആരാണ്? ഈ സീലിയറി പേശികളാണ്. ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നത് ആരാണ്? സീലിയറി പേശികളാണ്. അപ്പോൾ ലെൻസ് ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉറപ്പിച്ചു വെക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നത് സീലിയറി പേശികളാണ്. അതുപോലെ കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഇത്രയാണ് ലെൻസിനെ കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ളത്. അടുത്തത് ഐറിസ്. കണ്ണിലെ ലെൻസിൻ്റെ മുൻഭാഗത്ത് മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഐറിസ്. കണ്ണിലെ ലെൻസിൻ്റെ മുൻഭാഗത്ത് മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസ് സുതാര്യമാണോ അതാര്യമാണോ? അതാര്യമാണ്. ഓക്കെ. കണ്ണിലെ ലെൻസിൻ്റെ മുൻഭാഗത്ത് മറ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. അതാര്യമായ ഭാഗമാണ് ഐറിസ്. അതുപോലെ കണ്ണിലെ നിറമുള്ള ഒരേ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഐറിസ് ആണ്. കണ്ണിലെ നിറമുള്ള ഒരേ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐറിസ് ആണ്. ഐറിസിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഐറിസിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു എന്താണ്? മെലാനിൻ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു റോഡ് കോശങ്ങളും കോൺ കോശങ്ങളെയും പറ്റി. റോഡ് കോശങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? റോഡോപ്സിൻ ആയിരുന്നു. അതുപോലെ കോൺകോശങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവായിരുന്നു അയഡോപ്സിൻ. അതുപോലെ ഐറിസിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അടുത്തത് കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. ഓക്കെ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് കൃഷ്ണമണി. അടുത്തത് വേറൊരു പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. എന്താണ് നേത്രനാഡി? അന്ധബിന്ദുവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നാഡിയാണ് നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. എവിടെ നിന്നാണ് നേത്രനാഡി പുറത്തേക്ക് പോകുന്നത്? അന്ധബിന്ദുവിൽ നിന്ന്. അന്ധബിന്ദുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നാഡിയാണ് എന്ത്? നേത്രനാഡി. ഓക്കെ. ഇത്രയാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിലെ അറകളെ കുറിച്ചാണ്. കണ്ണിലെ അറകൾ രണ്ട് അറകളാണുള്ളത്. ഒന്ന് അക്വസ് അറയും രണ്ടാമത്തത് വിട്രിയസ് അറയും. അക്വസ് അറ എവിടെയാണ് കാണപ്പെടുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അറയാണ് അക്വസ് അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അറയാണ് അക്വസ് അറ. അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അറയാണ് അക്വസ് അറ. അക്വസ് അറയിലെ ദ്രവമാണ് അക്വസ് ദ്രവം. അടുത്തതാണ് വിട്രിയസ് അറ. കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിൽ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടാവും ഈ റെഡ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ എന്തായിരിക്കും ഉണ്ടാകുക? അപ്പോൾ വിട്രിയസ് ദ്രവമാണുള്ളത്. അക്വസ് അറയിൽ അക്വസ് ദ്രവവും അതുപോലെ വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവവും ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിട്രിയസ് ദ്രവമാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ ആകൃതി, ഓരോ കണ്ണിൻ്റെയും ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ കണ്ണിലെ അറകളാണ് അക്വസ് അറയും വിട്രിയസ് അറയും. അക്വസ് അറ എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അറയാണ് അക്വസ് അറ. അവിടെ കാണപ്പെടുന്നത് അക്വസ് ദ്രവമാണ്. അതുപോലെ വിട്രിയസ് അറയുണ്ട്. കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിൽ. റെറ്റിന എന്ന് പറയുമ്പോൾ എന്താണ്? ദൃഷ്ടിപടലം. കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിൽ കാണപ്പെടുന്നത് വിട്രിയസ് അറയാണ്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതും വിട്രിയസ് ദ്രവമാണ്. അടുത്തതായിട്ട് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം കണ്ണിനെ കുറിച്ചിട്ടുള്ള കണ്ണിൻ്റെ ഘടനയാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. നേത്രഗോളത്തിൻ്റെ നീളം കൂടുന്നു. ഓക്കെ. നേത്രഗോളത്തിൻ്റെ നീളം കൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് വരും. നേത്രഗോളത്തിൻ്റെ നീളം കൂടുന്നത് കൊണ്ട് പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് വരുന്ന അവസ്ഥ. അപ്പോൾ എന്താണ് സംഭവിക്കുക? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. അതാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത്. അതായത് നേത്രഗോളത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് വരും. അടുത്തുള്ള വസ്തുക്കളെ അപ്പോൾ എന്ത് ചെയ്യും? കാണാൻ പറ്റും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ അവസ്ഥയാണ് മയോപ്പിയ. ഇത് പരിഹരിക്കാൻ നമുക്ക് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി കഴിഞ്ഞാൽ അടുത്തതാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ.
നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു. ഹ്രസ്വദൃഷ്ടിയിൽ എന്തായിരുന്നു? നേത്രഗോളത്തിൻ്റെ നീളം കൂടുകയായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ദീർഘദൃഷ്ടിയിലോ നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ പോയി പതിക്കും അല്ലേ? പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ പോയി പതിക്കും. അങ്ങനെയാവുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥയാണ് ദീർഘദൃഷ്ടി. അതായത് നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു, അതുകൊണ്ട് തന്നെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ പതിക്കുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ്. നമ്മളെ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഏത് ലെൻസായിരുന്നു? കോൺകേവ് ലെൻസായിരുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വരികയാണെങ്കിൽ അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? കണ്ണിനെ ബാധിക്കുന്ന 2 രോഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഫസ്റ്റ് എന്തായിരുന്നു? ഹ്രസ്വദൃഷ്ടി പഠിച്ചു. അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, അകലെയുള്ളത് കാണാൻ സാധിക്കാത്ത അവസ്ഥ. ദീർഘദൃഷ്ടി പഠിച്ചു. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പി എന്താണ്? അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അടുത്തൊരു നേത്രരോഗമാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയ്ക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് പ്രതിബിംബം ശരിയായിട്ട് രൂപപ്പെടാത്തൊരവസ്ഥ, അതാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. എന്താണ്? കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയ്ക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് പ്രതിബിംബം ശരിയായി രൂപപ്പെടാത്ത അവസ്ഥ, അതിനെ നമ്മൾ വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. ഓക്കെ, വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. അടുത്തത് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. എന്താണ് വെള്ളെഴുത്ത്? പ്രായമായവരിൽ ലെൻസിൻ്റെ എന്താവും? ഇലാസ്തികതയൊക്കെ കുറഞ്ഞു പോകും അല്ലേ? പ്രായമായവരിൽ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു പോകും. അങ്ങനെയുള്ളൊരവസ്ഥയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രായമായവരിൽ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സ് ലെൻസ്, വിഷമദൃഷ്ടിയാണെങ്കിലോ സിലിണ്ട്രിക്കൽ ലെൻസ്. അതുപോലെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നാൽ ബൈഫോക്കൽ ലെൻസ്. ഇനി വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ പരിഹരിക്കാനോ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസും ഉപയോഗിക്കാം. അടുത്തത് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥയാണ് തിമിരം. എന്നാൽ ലെൻസിൻ്റെ വക്രതയ്ക്ക് വ്യത്യാസം വരുന്നത് മൂലം ഉണ്ടാകുന്ന എന്തായിരുന്നു? പ്രതിബിംബം ശരിയായി രൂപപ്പെടാത്ത അവസ്ഥയായിരുന്നു വിഷമദൃഷ്ടി അല്ലേ? എന്നാൽ തിമിരം എന്ന് പറയുമ്പോൾ കണ്ണിലെ ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥയാണ്. അടുത്തത് ഗ്ലോക്കോമ. നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വെക്കുക. നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി കൂടുന്ന അവസ്ഥ എന്താണ്? ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥ തിമിരം. നേത്രഗോളത്തിൻ്റെ മർദ്ദം അസാധാരണമായി കൂടുന്ന അവസ്ഥ എന്താണ്? ഗ്ലോക്കോമ. അടുത്തത് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. മറ്റൊരു പേരും കൂടിയുണ്ട് ഡാൽട്ടനിസം. ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന കണ്ണിൻ്റെ അസുഖമാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയിൽ എന്താണ്? ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. വർണ്ണാന്ധതയുള്ള ഒരാൾക്ക് ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. കണ്ണിനെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗമാണ് വർണ്ണാന്ധത. രോഗം എന്താണ്? വർണ്ണാന്ധത. അതായത് ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതിന് മറ്റൊരു പേരാണ് ഡാൽട്ടനിസം. വർണ്ണാന്ധത തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. എന്താണ്? ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. അടുത്തത് നിശാന്തത.
പേരിൽ തന്നെ ഉണ്ട് എന്താണ്, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ ബുദ്ധിമുട്ട് അല്ലേ. രാത്രിയിൽ എന്താണ് മങ്ങിയ വെളിച്ചം, അപ്പോൾ എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ ബുദ്ധിമുട്ട്, അതാണ് നിശാന്തത എന്ന് അറിയപ്പെടുന്നത്. വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്, വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ട്. അടുത്തത് സിറോഫ്താൽമിയ, കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഇവിടെയും എന്തുകൊണ്ടാണ്, വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ടാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത്. അപ്പോൾ സിറോഫ്താൽമിയ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. എന്താണ് റോസ് ബംഗാൾ ടെസ്റ്റ്? ഇഷിഹാര ടെസ്റ്റ് എന്തായിരുന്നു, വർണ്ണാന്തത തിരിച്ചറിയാൻ സഹായിക്കുന്നതായിരുന്നു. എന്നാൽ റോസ് ബംഗാൾ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സിറോഫ്താൽമിയ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിശാന്തത എന്താണ്, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ ബുദ്ധിമുട്ട്. അടുത്ത സിറോഫ്താൽമിയോ, കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥ. അടുത്തത് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജന്റിവൈറ്റിസ്. അതായത് കൺജന്റിവൈറ്റിസിൽ ഉണ്ടാകുന്ന അണുബാധയാണ് എന്ത്, ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത്. കൺജന്റിവൈറ്റിസിൽ ഉണ്ടാകുന്ന അണുബാധയാണ് എന്ത് പറയപ്പെടുന്നത്, ചെങ്കണ്ണ് എന്ന് അറിയപ്പെടുന്നത്. എന്തായിരുന്നു കൺജന്റിവൈറ്റിസ്? ഓക്കെ, കണ്ണിൻ്റെ മുൻഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ണിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു ആവരണമായിരുന്നു കൺജന്റീവ അല്ലേ. അപ്പോൾ ആ കൺജന്റീവയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. ഇതിന് മറ്റു പേരുകളാണ് മദ്രാസ് ഐ, റെഡ് ഐ എന്നൊക്കെ. മദ്രാസ് ഐ, റെഡ് ഐ എന്നൊക്കെ അറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. ഇനി കണ്ണിനെ ബാധിക്കുന്ന 2 ബാക്ടീരിയ രോഗങ്ങളാണ് കൺകുരുവും ട്രക്കോമയും. കൺകുരുവും ട്രക്കോമയും. ട്രക്കോമയും മുന്നേ നമ്മൾ വേറൊന്ന് പഠിച്ചിട്ടുണ്ട്, ഗ്ലോക്കോമ അല്ലെ. ഗ്ലോക്കോമ എന്തായിരുന്നു അമിതമായിട്ടുള്ള മർദ്ദം, കണ്ണിനുള്ളിലെ എന്തായിരുന്നു അമിതമായിട്ട് മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ട്. എന്താണ് ട്രക്കോമ, എന്താണ് കണ്ണിനെ ബാധിക്കുന്നൊരു ബാക്ടീരിയ രോഗമാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് എന്താണ്, കണ്ണുനീർ. എന്താണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അപ്പോൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീരിൽ അടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. ലൈസോസൈം ആണ് കേട്ടോ, ലൈസോസോം വേറെ ഉണ്ട്. അപ്പോൾ എന്താണ് കണ്ണുനീരിലെ എൻസൈം ഏതാണെന്ന് വെച്ചാൽ ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയ ലോഹമാണ് സിങ്ക്. അപ്പോൾ എന്താണ് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും സിങ്ക് തന്നെയാണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും സിങ്കാണ്. അപ്പോൾ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണിലെ എൻസൈമാണ് ലൈസോസൈം. കണ്ണിലെ ലോഹമാണ് സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും സിങ്ക്. അടുത്തത് എന്താണ് വീക്ഷണ സ്ഥിരത? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അല്ലേ. നമ്മളൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താണ് 1/16, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. എന്താണ് ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് സമഞ്ജനക്ഷമത? പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ ഫോക്കസ് ദൂരം മാറ്റാനുള്ള കണ്ണിൻ്റെ കഴിവ്. എന്താണ് കണ്ണിന് നല്ല ഫോക്കസ് ദൂരം മാറ്റാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, എന്നാലേ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ ഫോക്കസ് ദൂരം മാറ്റാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. അടുത്തത് വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള അകലം 25 സെൻറ്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള അകലം എത്രയാണെന്ന് വെച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഇത്രയാണ് കണ്ണിനെ കുറിച്ചിട്ടുള്ള പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കണ്ണിലെ 3 പാളികളുണ്ടെന്ന്, പ്രധാനമായിട്ട് 3 പാളികളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതുപോലെ എന്താണ് ദൃഢപടലത്തിൽ നേത്രഗോളത്തിന് ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതി കൊടുക്കുന്നത് എന്താണ്? ദൃഢപടലമാണ്. അതുപോലെ രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്നതാണ്. അതുപോലെ അവിടെയാണ് രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ദൃഷ്ടിപടലമായിരുന്നു. കണ്ണിന് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിലെ 2 കോശങ്ങളെക്കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണെങ്കിൽ തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളായിരുന്നു. പിന്നെന്ത് പഠിച്ചു? കണ്ണിൻ്റെ ലെൻസിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്നത്, അതായത് കർട്ടൻ പോലെ കാണപ്പെടുന്നതാണ് എന്ത്? ഐറിസ്. അതുപോലെ ദൃഢപടലം മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായൊരു ഭാഗമുണ്ട്, സുതാര്യമായ ഭാഗം, അതാണ് കോർണിയ. പിന്നെന്താ പഠിച്ചു? ഐറിസിന് മധ്യഭാഗത്തുള്ള സുഷിരമാണ് കൃഷ്ണമണി.
അതുപോലെ വേറെ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ കോർണിയയെ കുറിച്ച് പഠിച്ചു. കോർണിയ കണ്ണ് മാറ്റി വെക്കുമ്പോൾ പ്രധാനമായും മാറ്റി വെക്കുന്ന ഭാഗമാണ് കോർണിയ മാറ്റി വെക്കുന്ന സർജറിയാണ് കെരാറ്റോപ്ലാസ്റ്റി. അതുപോലെ കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. പിന്നെ എവിടെ നിന്നാണ് നേത്രനാഡി പുറത്തേക്ക് പോകുന്നത്? അന്ധബിന്ദുവിൽ നിന്നാണ്. അതുപോലെ കണ്ണിലെ അറകളാണ് അക്വസ് അറയും വിട്രിയസ് അറയും. പിന്നെന്താണ് പഠിച്ചത്? കണ്ണുനീരിനെ പറ്റി പഠിച്ചു. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീരിൽ അടങ്ങിയ ലോഹം സിങ്കാണ്. പിന്നീട് നമ്മൾ നേത്രരോഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നേത്രരോഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതും അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്തതും. പിന്നീട് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ പഠിച്ചു. എന്തായിരുന്നു? അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. ഹ്രസ്വദൃഷ്ടിയെ പരിഹരിക്കാൻ കോൺകേവ് ലെൻസാണ്, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വരുമ്പോൾ പരിഹരിക്കുന്നത് ബൈഫോക്കൽ ലെൻസ്. അടുത്തത് വിഷമദൃഷ്ടിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം? കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് പ്രതിബിംബം ശരിയായി രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഏത് ലെൻസാണ് യൂസ് ചെയ്തത്? സിലിണ്ട്രിക്കൽ ലെൻസാണ്. അതുപോലെ വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസാണ്. പ്രായമായവരിലാണ് വെള്ളെഴുത്ത് കണ്ടുവരുന്നത്. തിമിരം എന്തായിരുന്നു? ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥയാണ് തിമിരം. പിന്നെ ഗ്ലോക്കോം എന്തായിരുന്നു? നേത്രഗോളത്തിൻ്റെ മർദ്ദം സാധാരണമായി കൂടുന്ന അവസ്ഥയാണ്. വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തത്. നിശാന്തത എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ട്. സിറോഫ്താൽമിയോ കണ്ണുകൾ ഈർപ്പരഹിതമായി പോകുന്ന അവസ്ഥ. പിന്നെ ചെങ്കണ്ണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? കൺജങ്ക്റ്റിവയിലുണ്ടാകുന്ന അണുബാധ കൊണ്ടുണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് ചെങ്കണ്ണ്. പിന്നെ കണ്ണിനെ ബാധിക്കുന്ന 2 ബാക്ടീരിയ രോഗങ്ങളാണ് കൺകുരുവും ട്രക്കോമയും. പിന്നെ വീക്ഷണസ്ഥിരത എത്രയാണ്? ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത. പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ ഫോക്കസ് ദൂരം മാറ്റാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. ഇത്രയാണ് നമുക്ക് കണ്ണ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഇപ്പം നമ്മൾ ഫിസിക്സിലുള്ള ആദ്യത്തെ ടോപ്പിക്ക്, അതുപോലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കും കഴിഞ്ഞിരിക്കുകയാണ്. ബയോളജിയിലെ ആദ്യത്തെ ടോപ്പിക്കിലുള്ള ആദ്യത്തെ പാർട്ട്, മനുഷ്യ ശരീരം പൊതു അറിവിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് എന്ന ഭാഗവും ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കെമിസ്ട്രിയിലെ അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.